പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചലമായ നാമത്തിലുള്ള വന്ദനം പറയുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു തിരുവചനം സംസാരിപ്പാൻ കൃപയാൽ ശരണപ്പെടുന്നു. 103 സങ്കീർത്തനം, അതിൻ്റെ 17 18 വാക്യങ്ങൾ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 103 സങ്കീർത്തനത്തിലെ 17 18 വാക്യങ്ങളാണ് വായിച്ചത്. യഹോവയുടെ ദൈവം എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ദാവീദ് പറയുന്നത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എന്ന് പറഞ്ഞ് അത് തുടങ്ങുന്നത്. അനേകര് പ്രൈസ് ദി ലോർഡ് യഹോവയെ സ്തുതിക്കാൻ കഴിയാതെ വരുമ്പോൾ പലരെയും സ്തുതിക്കുമ്പോൾ അനുഭവമുള്ള ദാവീദ് പറയുക, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. തന്നോട് തന്നെ പറയാം, എൻ്റെ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ആ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് ദൈവത്തിൻ്റെ ദയയെക്കുറിച്ചും അതിനകത്തുണ്ട്. എൻ്റെ 11 വാക്യം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കും. ഇവിടെ യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്ക്. ഈ ഭക്തൻ എന്ന് പറയുന്നത് ആരാ? നമുക്ക് തിരുവചനം ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എന്നാലൊന്നും പറയാൻ സമയമില്ല. സദൃശവാക്യം 14:2 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പ്രൈസ് ദി ലോർഡ്, നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. ഒന്ന് വായിച്ചാട്ടെ. നേരായി നടക്കുന്നവൻ യഹോവ ഭക്തൻ. നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. യഥാർത്ഥമായി ഒറ്റ കാര്യത്തെ പറയാം, നേരോട് നടക്കുന്നവനാണ് യഹോവ ഭക്തൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ നേരെന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർത്തനം 33:4 എഴുതിയിട്ടുണ്ട്, യഹോവയുടെ വചനം നേരുള്ളത്. സങ്കീർത്തനം 25:8 ഉണ്ട്, യഹോവ നേരുള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനവും ദൈവവും നേരുണ്ട്. അങ്ങനെ ആ വചനത്തിൽ ആ പ്രമാണത്തിൽ നടക്കുന്നവനാണ് യഹോവ ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. അവർക്കൊന്നുണ്ടാവുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ നീതി മക്കളുടെ മക്കൾക്ക് വരെ ഉണ്ടാകുമെന്ന്. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് നേരെന്ന് പറയുന്ന ദൈവമാണ്, ദൈവവചനമാണ്. അവൻ്റെ പ്രവൃത്തികളൊക്കെയും വിശുദ്ധതയുള്ളതെന്നാണ്. നമ്മൾ ആ കർത്താവിൻ്റെ മക്കളാകുമ്പോൾ നാം അവൻ്റെ പ്രമാണത്തിൽ അവൻ്റെ വാക്കനുസരിച്ച് നടന്നാൽ നമ്മുടെ കുടുംബത്തിനും മക്കൾക്കെല്ലാവർക്കും എന്തുണ്ട്? ഒരു നീതി വെളിപ്പെടും. അതിന് യാതൊരു സംശയമില്ല. അങ്ങനെ ഒരു ഭക്തനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം ഇരിക്കാം. നമുക്കടുത്ത് വായിക്കാം. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം, അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതി, ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിന്റെ ഭക്തന്റെ കയ്യിലിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ലേവി ഒരു ഭക്തനാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ലേവിയെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, തൻ്റെ പിതാവായിരിക്കുന്ന യാക്കോബ്, പ്രൈസ് ദി ലോർഡ്, അന്യദേശത്ത് വെച്ച് അവനെ ശപിച്ചതാ. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഉൽപ്പത്തി പുസ്തകം 34-ാം അധ്യായം നമ്മൾ വീട്ടിൽ പോയി ഹോംവർക്കായിട്ട് അങ്ങ് വായിച്ചാൽ മതി. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം കൂടുതൽ പറഞ്ഞു പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ആ 34-ാം അധ്യായത്തിൽ യാക്കോബ്, പ്രൈസ് ദി ലോർഡ്, താൻ ലാബാന്റെ ഭവനത്തിൽ നിന്ന് മടങ്ങി വന്ന് ബേഥേലിൽ വരാനാണ് പറഞ്ഞത്. പക്ഷേ താൻ ശേഖേമിൽ പോയി.
സേഗേമിൽ ചെന്ന് പാർക്കുമ്പോൾ ആ സേഗേമിൽ അവിടെ വെച്ച് തൻ്റെതായിരിക്കുന്ന ഒറ്റ മകളേ ഉള്ളൂ, ദീന, ഡയാന. അവളെ എന്തു ചെയ്തു? സേഖേംകാരെന്ത് ചെയ്തു? അപമാനിച്ചു. 34:2 34:30 വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മതി. അവൾക്ക് പോരായ്മ വരുത്തി. അതിൻ്റെ സഹോദരന്മാരാണ് ലേവിയും ശിമയോനും. അവരുടെ കയ്യിൽ വാളുണ്ട്. നിങ്ങൾക്ക് ആ ചരിത്രം അറിയാം. എന്തു ചെയ്തു? സേഖേമിനെ വെട്ടി കൊന്നു കളഞ്ഞു. അതിൻ്റെ ചരിത്രം കിടപ്പുണ്ട്, സമയമില്ലാത്തതുകൊണ്ട്. 30-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ യാക്കോബ് ശിമയോനോടും ലേവിയോടും ഈ ദേശനിവാസികളായ കനാനിയുടെയും പെരിസ്യരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ച് വിഷമത്തിലാക്കിയിരിക്കും. അങ്ങനെ അങ്ങനെ അപ്പനെ അന്യദേശത്ത് നാറ്റിച്ചതുകൊണ്ട് അപ്പൻ ഇസ്രായേലായി താൻ പ്രവാചകനായപ്പോൾ താൻ കുഴിയിലേക്ക് കാലും നീട്ടിവെച്ച് വടിച്ചാരിയിരുന്ന് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഈ മക്കളെ രണ്ടുപേരെയും അനുഗ്രഹിക്കുകയല്ലായിരുന്നു, ശപിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആവർത്തനം 33 തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ശപിച്ചത് അപ്പൻ ശപിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെയാണ്. 49-ാം അധ്യായത്തിൽ 5-ാം വാക്യമാണ്. ശിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. എൻ്റെ ഉള്ളമേ അവിടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവിടെ യോഗത്തിൽ ചേരരുത്. ഈ വിഷയം അവിടെ ശപിക്കുകയാണ്. അവർ ശാപം കിട്ടിയ ലേവി എന്ത് ചെയ്യുന്നറിയോ? ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയി. അവരുടെ കൂട്ടത്തിൽ കൂട്ടില്ല. എന്നാൽ പ്രമാണം വായിക്കാൻ മോശ സീനായുടെ കൊടുമുടി കയറി. 32-ാം അധ്യായം പുറപ്പാടാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോണം, വിശദീകരിക്കാൻ സമയമില്ല. അങ്ങനെ പ്രമാണം വായിക്കുന്ന സമയത്ത് ഞാനല്ലാതെ ഒരു അന്യദൈവം ഉണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ സാഹചര്യം എന്ത് ചെയ്തു? ഉണ്ടാക്കി കഴിഞ്ഞു. ആ പ്രമാണം തെറ്റിച്ചു കഴിഞ്ഞപ്പോഴേ മോശയോട് ദൈവം പറഞ്ഞു, മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ കത്തറ കണ്ടെന്ന. പ്രമാണം തെറ്റിച്ചപ്പോൾ മോശയോട് പറഞ്ഞു, നിന്റെ ജനം. പ്രമാണം തെറ്റിച്ചാൽ ദൈവത്തിൻ്റെ ജനമല്ല, ദൈവം കൈവിടുമെന്ന. പ്രമാണം എപ്പോഴും പ്രമാണമാണ്. സ്തോത്രം. വചനം എപ്പോഴും വചനമാണ്. അത് ഏറെക്കുറെയൊക്കെയും അനുസരിക്കാനായിട്ട് കേട്ടാ പോരാ, അനുസരിക്കാനായിട്ട് നമ്മൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവർ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുക. അവരുടെ കൂട്ടത്തിൽ ഒന്നും കൂട്ടത്തില്ല. എന്നാൽ പ്രമാണം വാങ്ങിച്ച് തേജസ്സോടെ, മുഖം തേജസ്സോടെ വിളങ്ങുന്ന ആ മോശ പ്രമാണമായി വരുമ്പോൾ കാളക്കുട്ടിയെ വെച്ച് ആരാധിക്കുന്ന ആരാധന അവർ കണ്ടു. അത് ജയത്തിൻ്റെ ഒരു ഘോഷമല്ല, പ്രതിഗാനമാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രമാണം കയ്യിലുള്ള 40 ദിവസം രാവും പകലും വെള്ളം കുടിക്കാതെ ദൈവത്തിൻ്റെ കൈകൊണ്ടഴിഞ്ഞ തീപ്രമാണം വാങ്ങിച്ച് വരുന്ന വേളയിൽ ഇത് കണ്ടപ്പോൾ മോശയ്ക്ക് കോപം വന്നു. ആ പ്രമാണം തല്ലി ഉടച്ച് പൊട്ടിച്ചു കളഞ്ഞു. ആ കാളയെ എന്ത് ചെയ്തു? അടിച്ച് പൊടിച്ച് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിച്ചു. പ്രൈസലോ. അതാ ഈ മുക്രായിടുന്ന കാളയൊക്കെ നമ്മുടെ സഭകളിൽ കാണും. മനസ്സിലായില്ലേ? എന്തോ പറഞ്ഞാലും സ്വോത്രത്തിന് പകരം എന്ത് ചെയ്യും? മുക്രായിടും. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഈ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. പ്രൈസലോ. പ്രമാണം വാങ്ങിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, ദൈവിക തേജസ്സോടെ ഇറങ്ങി വരുന്ന ആ മോശ പറയുക,
യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ശാപം കിട്ടിയവൻ ഓടി എവിടെ വന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ യഹോവയുടെ പക്ഷത്ത് ചേർന്നു. ഒരു കാര്യം ഓർക്കണം, അപ്പന്മാർ പ്രാഗിയാലും അവർ മരിക്കുന്ന സമയത്ത് ശപിച്ചാലും ദൈവമക്കൾ ഓർക്കണമേ, ദൈവത്തിൻ്റെ പ്രമാണത്തിലും അഭിഷക്തന്മാരായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നത് പോലെ പ്രൈസ് ദി ലോർഡ്, ആ പ്രമാണമുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ പക്ഷം ചേർന്നാൽ അവിടെ വെച്ച് നിന്റെ ശാപം മാറും. പ്രൈസ് ദി ലോർഡ്. ശാപം മാറും. നിങ്ങൾ ഓർത്തു കൊള്ളണം. ചിലർ പറയും അപ്പന്മാർ അവൻ ഗുണം പിടിക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തു കൊള്ളണം, ഇതുപോലെ പ്രമാണമുള്ള ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ദൈവമക്കളെ അവരുടെ നടുവിൽ തന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ലേവിയോട് പറഞ്ഞു, നീ വാളെടുക്കുക. പണ്ട് വെട്ടിയ വാളുണ്ടല്ലോ, അവന്മാരെ കൊന്ന വാള് എടുക്കാൻ പറഞ്ഞു. സ്തോത്രം. ആരെയും നോക്കരുത്, സഹോദരനോ ആരെയും നോക്കരുത്, വെട്ടിയേക്കാൻ പറഞ്ഞു. സ്തോത്രം. ആത്മീയ മണ്ഡലത്തിൽ ദൈവം വചനമാകുന്ന വാള് തന്നാൽ പ്രൈസ് ദി ലോർഡ്, മുഖം നോക്കാതെ വെട്ടാൻ ദൈവത്തെ പക്ഷത്ത് നിൽക്കാൻ പറ്റും. അവന്റെ കയ്യിലാണ് തുമ്മീമും ഉറീമും കൊടുത്തത്. തുമ്മീമും ഉറീമും എന്ന് പറയുന്നത് വെളിപ്പാടും സത്യവുമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തുകൊള്ളുകയാണ്, ദൈവത്തെ പക്ഷത്ത് നിൽക്കുന്ന ദൈവമക്കളുടെ കയ്യിൽ ദൈവം പ്രൈസ് ദി ലോർഡ് വചനത്തിൻ്റെ ആഴമേറിയ വെളിപ്പാട് കൊടുക്കും, ആലോചന കൊടുക്കും. അത് സഹോദരനെന്നോ അപ്പനോ എന്നോ അമ്മയെന്നോ നോക്കാതെ വചനം കൊണ്ട് ശക്തമായി വെട്ടുന്നവരാണ് ഈ ലേവി. ഒരു കാര്യം ഓർത്തുകൊള്ളുകയാണ്, ഹല്ലേലൂയ, പിതാക്കന്മാരുടെ ശാപം കേട്ടാലും, ആരും നിന്നെ ശപിച്ചാലും, ആരും നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരും നിന്നെ പ്രൈസ് ദി ലോർഡ് മൈൻഡ് ചെയ്തായിരുന്നാലും, ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോട് ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ ദൈവം ഒരു വാള് കൊടുക്കും. അതാണ് ഇരുവായ്ത്തലയുള്ള വാളാകുന്ന ദൈവത്തിന്റെ വചനം. അവർ മുഖം നോക്കാതെ വെട്ടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവരെ കുറിച്ച്, ആ ലേവിയെ കുറിച്ചാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്. ആ ഭക്തനെ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യുന്നറിയാമോ? ആ ഭക്തന്റെ തലമുറയെ ദൈവം മാനിക്കാനിടയായി. ഒരു കാര്യം ഞാൻ പറയട്ടെ, ശപിച്ചവന്റെ പ്രൈസ് ദി ലോർഡ് പേരിലാണ് ഒരു പുസ്തകം ചമപ്പാനിടയായത്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. നിന്നെ നിന്ദിച്ചാൽ പ്രൈസ് ദി ലോർഡ് ബൈബിളിനകത്ത് അങ്ങനെ ഒരു ലേവ്യ പുസ്തകമുണ്ടായെങ്കിൽ പ്രൈസ് ദി ലോർഡ് അങ്ങനെ ലേവ്യ പുസ്തകം അവന്റെ പേരിൽ വരാനിടയായി. അവരുടെ കയ്യിലാണ് ആരാധനയുടെ യാഗത്തിന്റെ പ്രമാണം ദൈവം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അവരുടെ തലമുറയെ ഒരിക്കലും മറക്കയില്ല. അവന്റെ തലമുറയാണ് പ്രൈസ് ദി ലോർഡ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എലിയാസർ, അഹരോന്റെ തലമുറ എലിയാസർ. പ്രൈസ് ദി ലോർഡ്. അവന്റെ മകന് ദൈവം നിത്യ പൗരോഹിത്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നിത്യമായ ശുശ്രൂഷ അവർക്ക് കൊടുക്കാനിടയായി. അതുകൊണ്ട് തലമുറയായി ആ ആത്മീയ മണ്ഡലം ഹല്ലേലൂയ കൈമാറാനിടയായി. ഈ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഓർത്തുകൊള്ളണം, നീ ചിലപ്പോൾ ഒറ്റപ്പെടും, നിന്നെക്കുറിച്ച് നിന്ന പറയും, ചിലപ്പോൾ ശപിക്കും. എന്നാൽ അനുഗ്രഹിക്കുന്നു നിന്നെ മാത്രമല്ല, തലമുറയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ദൈവമക്കൾ ഏറ്റെടുത്ത് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു കാലഘട്ടത്തിൽ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ പ്രത്യേക പ്രോസസ്സിംഗ് ടൈമിൽ നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു കാലമുണ്ടെന്ന് ഇന്ന് രാത്രി വ്യക്തതയോടെ ദൈവാത്മാവിൽ തിരുവചനത്തിൽ കൂടെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്ക് പ്രവചന ദൂത് പോലെ ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് രാത്രി വിളിച്ചറിയിക്കുകയാ. നിത്യ പൗരോഹിത്യം. അതുകൊണ്ടാണ് പ്രൈസ് ദി ലോർഡ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ദയയോ തൻ്റെ ഭക്തന്മാർക്ക് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ് അവർക്കും അവരുടെ മക്കൾക്കും ഉണ്ടാകുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിൽ വരുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ, അവരുടെ തലമുറകളെ
അവൻ സൂക്ഷിക്കുന്ന ദൈവമാ, അവൻ മാനിക്കുന്ന ദൈവമാ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തലമുറ തലമുറയായി സങ്കേതമായ ദൈവമാ. പർവ്വതങ്ങളും ഭൂമിയും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ അനാദി ശാശ്വതമായ ദൈവമാണെങ്കിൽ തലമുറമേൽ തലമുറമേൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ശുശ്രൂഷ കൈമാറ്റം ചെയ്യാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മൾ തലമുറയെ കുറിച്ച് ഭാരപ്പെടേണ്ട. ദൈവസന്നി വിശ്വസ്തയോട് പ്രമാണത്തിൽ നിൽക്കുമെങ്കിൽ തലമുറയ്ക്ക് ദൈവം ഒരു നീതി വെളിപ്പെടുത്തും. സമയം തീരുകയാണ്. സ്തോത്രം. ഇതൊക്കെ വിശദീകരിച്ച് നന്നായി പറയേണ്ടതാണ്. സമയം മുമ്പില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്താൻ പോകുകയാണ്. സങ്കീർത്തനത്തിൽ അങ്ങനെയാ വായിച്ചത്. എന്താ വായിച്ചത്? അവരുടെ ദയയോ എന്നും എന്തേക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഭക്തന്മാർ എപ്പോഴും ഓർത്തോണം, ഭക്തൻ എന്ന് പറയുന്നത് നേരോടെ നടക്കുന്നവന്. ഇവിടെ സങ്കീർത്തനത്തിൽ 112 എഴുതിയിട്ടുണ്ട്, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. നേരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹല്ലേലൂയ അവൻ്റെ വായിലെ വാക്കുകളാണ്. അതിനെ നാം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകുക. നിശ്ചയമായിട്ടും നിന്ദിച്ചവരുടെ മുമ്പിൽ തലമുറയ്ക്കൊരു മാന്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ സദൃശവാക്യം അതിൻ്റെ 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, യഹോവ ഭക്തന് ഒരു ദൃഢനിശ്ചയമുണ്ട്. വചനമകത്തിരിക്കുന്ന, ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ഹല്ലേലൂയ പ്രമാണമുള്ള അഭിഷക്തന്മാരോട് ചേർന്ന് നിൽക്കുന്ന, വിശുദ്ധിയോടെ നിൽക്കുന്ന, തൻ്റെ ജനത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ തലമുറയുടെ നീതി ഒരിക്കലും ദൈവം മാറ്റുകയില്ല. ദൈവം നീതിമാനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാ പറയുന്ന ദൂത, നിന്റെ തലമുറയ്ക്ക് ഒരു നീതി ഉണ്ടാകും, നിന്റെ തലമുറയ്ക്ക് ഒരു നീതി ഉണ്ടാകും. നീ വിശ്വസിക്ക്, നീ വിശ്വസിക്ക്. പ്രൈസ് ദി ലോർഡ്. യഹോവ ഭക്തന് ദൃഢമായ ഒരു നിശ്ചയമുണ്ട്, അവന്റെ പ്രത്യാശയുണ്ട്. അവൻ എൻ്റെ കർത്താവിനെ നടത്തും, എൻ്റെ തലമുറയെ നടത്തും. നിന്നിച്ചയുടെ മുമ്പിൽ സ്വർഗം മാനിക്കും. ഭക്തന് ദൃഢനിശ്ചയമുണ്ടാകും, അവൻ്റെ മക്കൾക്ക് ഒരു ശരണമുണ്ടാകും. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? ഇതൊരു ആലോചനയായി നമ്മുടെ ഹൃദയത്തിൽ കുറിച്ച് വെച്ചാൽ, മുഴങ്കാലം അടക്കിയാൽ വരാൻ പോകുന്ന തലമുറയെ വരെ നീതി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചത്. സങ്കീർത്തനം 17 കണ്ടോ? അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കണം. നമ്മളെന്ത് വചനം കേൾക്കുന്നു ഇല്ലേ? ഇഷ്ടംപോലെ വചനം കേൾക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ? ഒരു തീരുമാനത്തിൽ ഉറയ്ക്കാൻ വന്നിട്ടുണ്ടോ? ജീവിതത്തെ ഒന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? ഞാനൊരു കാര്യം പറയാം, ഇഷ്ടംപോലെ വിത്തി പുറമറ്റം സഭയുടെ പുൽപീറ്റിൽ ഇവിടെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ വിത്തുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കണമേ, അത് കട്ടകളുടെ ഇടയിൽ കിടന്ന എന്ത് സംഭവിക്കും? കട്ടകളുടെ ഇടയിൽ കിടന്ന എന്ത് സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർത്തോ, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ തലമുറകളോട്, ശുശ്രൂഷകന്മാരോട് വരെയുള്ള വാഗ്ദത്തം ഇവിടെ കിടപ്പുണ്ട്. പ്രാർത്ഥന വെളിപ്പെടാമോ? ഒരു മഴയുടെ മുഴക്കമുണ്ട്. ഒരു ഉറവ ഇവിടെ തുറക്കാമോ? ഒരു ഒഴുക്ക് ഇവിടെ വരാമോ? ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഈ വാഗ്ദത്തങ്ങൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങും, പച്ചിക്കാൻ തുടങ്ങും, പച്ച പിടിക്കും. കുടുംബങ്ങൾ പച്ച പിടിക്കും, തലമുറകൾ പച്ച പിടിക്കും. ഉണങ്ങത്തില്ല, ഫലമില്ലാതിരിക്കത്തില്ല. ഫലം കൊടുക്കുന്നവനുണ്ട് ഇവിടെ. പാഴാകുമെന്നും ശൂന്യമാകുമെന്നും പറഞ്ഞ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വാക്കുകളും
പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ അവിടെ എന്തുണ്ടായി? ഒരു വെളിച്ചമുണ്ടായെങ്കിൽ ആ വെളിച്ചം ക്രിസ്തുവാ. അതൊന്ന് പ്രകാശിക്കാമോ? ഫലമില്ലാത്തത് അവിടെ തന്നെ ഫലം കൊടുക്കാൻ പോകുക, ശൂന്യത മാറ്റാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഗ്രഹിക്കണം, ഇത് മനസ്സിലാക്കണം. ചടങ്ങായി പോകരുത്. വചനം ദുർലഭമായ കാലമാ, ദർശനമേറമില്ലാത്ത കാലമാ. മുഴങ്കാലുകളെ മടക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ ദയ തൻ്റെ ഭക്തനോട് എന്നും എന്നേക്കുമുണ്ട്. ആ ദൈവത്തിൻ്റെ നീതി പ്രൈസ് ദി ലോർഡ് അവൻ്റെ മക്കളുടെ മക്കൾക്കുണ്ട്. അതുകൊണ്ട് ഭക്തനൊരു ദൃഢനിശ്ചയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൃഢനിശ്ചയത്തോട് പ്രത്യാശയോട് ഇന്ന് രാത്രി കടന്നു പോകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെയും ദാസിയെയും പൈതലിനെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മറ്റുള്ളവരെയും അനുഗ്രഹിക്കട്ടെ.